ഇത് പോളാർ പാരറ്റ്. പോളാർ പാരറ്റ് വന്നിട്ട് ബ്ലൂ ഉണ്ട് വൈറ്റ് ഉണ്ട്. കൂടുതൽ കാണാൻ പോകുന്നില്ലാത്തല്ലോ തോന്നുന്നു, പക്ഷെ എല്ലാം അകത്ത് അടിയിൽ ചെറുതും വലുതും എല്ലാം ഉണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു ലൊക്കേഷൻ കാണിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് കുറച്ചും കൂടി അകത്തോട്ട് പോകണം. ഏകദേശം ഒരു 500 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് അകത്തോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ അക്വാ ഫിഷ് ഫാമിൻ്റെ ഫ്ലെക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറങ്ങേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെല്ല് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ കറക്റ്റ് നേരെ ഫാമിൻ്റെ അകത്ത് തന്നെയാണ് ഈ കയറുന്നത് തന്നെ. അപ്പം എല്ലാ സിമ്പിൾസോടും ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു അക്വാ ഫിഷ് ഫാമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ ഓണർ ഇവിടെ ഉണ്ട്. അതുപോലെ എത്ര വെറൈറ്റി ഉണ്ട്, അതുപോലെ ഇതിനൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്കെല്ലാം ചോദിച്ചറിയാം. ഹായ്, എൻ്റെ പേര് അരുൺ. എൻ്റെ ഫാമിൻ്റെ പേര് അക്വാ ഫിഷ് സോൺ. നമ്മളിപ്പോൾ ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് കുറച്ച് ഗപ്പി, പോളാർ പാരറ്റ്, വിഡോ, കോയിക്കാർപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനമാണ് ചെയ്യണത്. നമ്മൾ ഗപ്പി ബ്രീഡിംഗ് ഒക്കെ വേറെ സെക്ഷനാണ്, റിയറിങ് വേറെ സെക്ഷൻ. ഇപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നത് വിഡോ ആണ്. ഇതിനകത്ത് വിഡോ ആണ് നമ്മളിവിടെ ബ്രീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് ഇതിനകത്തുള്ളതെല്ലാം. പിന്നെ അതിനകത്ത് പോളാർ പാരറ്റ്, റെഡ് തിലാപ്പിയ, കോയിക്കാർപ്പ്, അങ്ങനെ ഓരോന്നിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇത് പോളാർ പാരറ്റ്. പോളാർ പാരറ്റ് വന്നിട്ട് ബ്ലൂ ഉണ്ട് വൈറ്റ് ഉണ്ട്. കൂടുതലും വൈറ്റ് ആണ് ഉള്ളത്. ഇതിപ്പോൾ എത്ര മാസമായി കാണാം? ഇതിപ്പോ 4-5 മാസം ഉള്ളതുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ബ്രീഡ് ആവണതുണ്ട്. ഇത് നമുക്ക് ഇതിന്റെ പേര് നമുക്ക് അത്യാവശ്യം സെയിലുണ്ട്. കൺഫേം പേര്. കൺഫേം പേർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സെക്ഷനിൽ മാറ്റിയിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് അതിനകത്ത് പേർ ആവണതിനെ നമ്മൾ പിടിച്ച് വേറൊരു ബേസിലോട്ട് മാറ്റി. നമുക്കിപ്പം ഹോൾസെയിലും റീറ്റെയിലും എല്ലാം അതിനകത്ത് പേരായി മുട്ടയിട്ട് വിരിഞ്ഞതിന് മാത്രമേ നമ്മൾ കൺഫേം പേരായിട്ട് അങ്ങനെ കൊടുക്കുള്ളൂ. അത്രയും കറക്റ്റ് ആയിട്ട് പേരായതിനെ മാത്രമേ കൊടുക്കുള്ളൂ കൺഫേം പേരായിട്ട് പറഞ്ഞു. ഇതിനകത്ത് വന്നിട്ട് റെഡ് തിലാപ്പിയ കുഞ്ഞുങ്ങളാണ്. അവിടെ ഇറങ്ങി കാണാൻ പറ്റില്ല. അപ്പുറത്ത് കോയിക്കാർപ്പ്. കോയിക്കാർപ്പ് നമ്മളിവിടെ ബ്രീഡ് ചെയ്യണ ബ്രീഡിങ് ഇവിടെ അല്ല, ഇത് നാച്ചുറൽ പോണ്ടാണ്. ഇതെല്ലാം നാച്ചുറൽ പോണ്ടാണ്. ഇതിൽ നമ്മള് 24 മണിക്കൂറും വെള്ളം പൊക്കോണ്ടിരിക്കുന്നത് പൈപ്പ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ അവിടെ നിന്ന് കയറി ഓരോ ടാങ്ക് ഇങ്ങനെ ഓരോ പോണ്ടിലും കയറി ഇറങ്ങി പോകും. ബേബീസ് അല്ലേ ഇത്? ചെറുതും വലുതും ഉണ്ട്. വരുമോന്ന് അറിയത്തില്ല, ഇപ്പോ ഫീഡിങ് ടൈം അല്ല. കുറച്ചൊക്കെ പറഞ്ഞുണ്ട്. എല്ലാം വരുന്നുണ്ട് ഫുള്ളായിട്ട്. അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഓടി പറഞ്ഞു. ഇപ്പൊ എത്ര അടി താഴ്ച ആണോ അതപ്പോ? ഇപ്പൊ ഒരു 4 അടി താഴ്ച. 4 അടി താഴ്ച വരും. നാലടി താഴ്ചയാണ്. അപ്പം എന്നാലും നല്ല ഗ്രൗത്തും കിട്ടും, ഒരു പ്രശ്നവുമില്ല. നമ്മളെ കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളാട്ടോ, ബേബീസാ. എല്ലാം മേളി അപ്പുറത്തുണ്ടോ, ഫുള്ളും മേളി വന്നിട്ടുണ്ട് ആ സൈഡ്. വലുതും കണ്ടോ, വലുതും ചെറുതുണ്ടോ കേട്ടോ അത്യാവശ്യം. വീഡിയോ എടുത്താട്ടോ, നോക്കി വരണേ. ഇതിനകത്ത് വീടാണ്, പക്ഷെ എല്ലാം അടിയിലാട്ടോ. കാർപ്പിന്റെ കുഞ്ഞാണ്. അതിന് തീറ്റ ഇട്ട് കൊടുത്താൽ അതെല്ലാം ഒടിഞ്ഞ് മേളിൽ വരുള്ളൂ. അത് നല്ലതായിട്ട് കാണാൻ പറ്റും. പക്ഷെ അല്ല, അത് ഓസ്കാർ. കാർപ്പും ഉണ്ട് അതിനകത്ത്.
അല്ലാതെ വെളി വരത്തില്ല. ഫുള്ള് വീടോ കാണാൻ പോകുന്നു ഇല്ലാത്തല്ലോ തോന്നുന്നു, പക്ഷെ എല്ലാം അകത്ത് അടിയിൽ ഒതുങ്ങിക്കും അതെല്ലാം. അയ്യോ, ഇതിൻ്റെ ഇവിടെയൊക്കെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ സമയം ഒന്നും അറിയില്ല. നമ്മൾ മൊയിനാണത്. ഇതിന് മൊയിന കൊടുക്കും, ആർട്ടിമിയ ഫ്ലാക്സ്, എന്നിട്ട് അത് മെയിൽ ഫീമെയിൽ അങ്ങനെ ഇട്ടിട്ടുള്ളതാണ്. മെയിൽ ഒന്നില്ല ഫീമെയിൽ ഒന്നില്ല. അടുത്ത് മേളിൽ നിന്ന് കൊണ്ടുവരുന്നത് ചെറുത് ഒരു സെക്ഷനിലേക്ക് കീപ്പ് ചെയ്യാം, അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് മെയിൽ ഫീമെയിൽ തിരിയണത് മാറ്റും. സിൽവറാഡോ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ആണ്. സിൽവറാഡോ മൊസൈക്ക് ഡംബോ കയറും. സിൽവറാഡോ HB റെഡ് എന്ന് പറയും. ജാപ്പനീസ് ബ്ലൂ എന്ന് പറയും. നല്ല ഇയറും ടേല് വരുന്നു. ഇത് യെല്ലോ ടൈഗർ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ആർട്ടിമിയ അല്ലാതെ വേറെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ആർട്ടിമിയ ചെറുതിൽ മാത്രമേ കൊടുക്കുള്ളൂ, അല്ലാതെ മൊയിന കൊടുക്കും, പിന്നെ ഫ്ലാക്സ്, പ്രിൻസിന്, ഗാലക്സി ടൈഗർ. ഗാലക്സി ഗോൾഡൻ ഫോണിക്സ് എന്ന് പറയും. ഇത് മുന്നേ സിംഗപ്പൂർ ഗപ്പി എന്നൊക്കെ പറയുന്ന വെറൈറ്റി ആയിരുന്നു. ഇത് മെറ്റൽ റെഡ് റോസ്റ്റയില്. ഇത് വൈൽഡ് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി. റെഡ് എന്ന് പറഞ്ഞു. ഇത് ഡോർസലുള്ള ടൈപ്പാണ്. നമ്മളെ A4 ആൽബിനോ ഫുൾ റെഡ് അതിന്റെ ഒരു ടൈപ്പാണ്. പക്ഷെ കണ്ണ് വന്നിട്ട് ബ്ലാക്ക് ചെയ്യുന്നേ ഉള്ളൂ. മജന്ത ഡംബോയർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. പക്ഷെ ഇതിൽ നിന്ന് രണ്ടായിട്ട് ഇറങ്ങുന്നുണ്ട്. ഒരു ചെറിയ ബ്ലൂ ഷെയ്ഡ് പറഞ്ഞ ടൈപ്പും ഉണ്ട്, പ്യൂർ മജന്ത ടൈപ്പും ഉണ്ട്. ഇത് പർപ്പിൾ ബെറി ഡ്രാഗൺ എന്ന് പറയും. ഇത് എല്ലാത്തിലും നല്ല ഈറൊക്കെ വരുന്ന ടൈപ്പ് ഡ്രാഗൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ആൽബിനോ ഫുൾ റെഡ്. ഇയർ എന്ന് പറഞ്ഞ ഇതിപ്പോ രണ്ടും ഉണ്ടല്ലേ, മെയിൽ ഫീമെയിൽ. ഇത് പെട്ടെന്ന് അറിയാൻ പറ്റില്ല, അത് മെയിൽ ഫീമെയിൽ രണ്ടും നല്ല ബ്ലാക്ക് ആണ്. ചെറുത് നമ്മൾ മാറ്റുമ്പോഴത്തേക്ക് അങ്ങനെ ആവണതാണിത്. അല്ലാതെ ഫീമെയിൽ അപ്പുറത്താണ് ഇട്ടിട്ടുള്ള. മാക്സിമം നമ്മൾ മാറ്റിയിടാറുണ്ട്. പേരനുണ്ടാകുമ്പോൾ ചെയ്യാറ്. ഇത് ചെറുതും വലുതും എല്ലാം ഉണ്ട്. അതുകൊണ്ട് കോഴിക്കാർപ്പുണ്ട്, കുറച്ച് തിലാപ്പി ഉണ്ട്. തിലാപ്പി അപ്പുറത്ത് കിടന്നതാണ്, പിന്നെ ചെറുതായതുകൊണ്ട് ഇതിന്റെ കൂടെ ഇട്ടു. ഇപ്പം തിലാപ്പി നല്ല സൈസായി അതിനകത്ത് കിടന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പോളാർ പാരറ്റ് ബ്രീഡിങ്ങിന് ഇടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ ചട്ടിക്കകത്ത് കയറുന്നതിനെ നമ്മൾ പിടിക്കും. പിടിച്ചിട്ട് അതിനെ എടുത്ത് വേറെ ബേസിനിലോട്ട് മാറ്റും. ബേസിൻ നമ്മളിപ്പോൾ ഡ്രമ്മാണ് യൂസ് ചെയ്യണത്, ആ ഡ്രമ്മിനകത്ത് ഇടും. അപ്പോൾ അതിനകത്ത് കൺഫേം ആയിട്ട് മുട്ടയിട്ട് വിരിഞ്ഞു എന്നുള്ളതിനെ നമ്മൾ ഇതേപോലെ പിടിച്ച് സെയിലിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിടും. ഇതിപ്പോ എല്ലാം കൺഫേം പെയറുകളാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളതെല്ലാം. ബ്ലൂ ഉണ്ട്, ബ്ലൂ ഇച്ചിരി ഉള്ളു, ബാക്കിയെല്ലാം ഇത് വൈറ്റ് ആണുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇത് മെയിലാണ്.
എങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റുന്ന മെയിൽ ഇത്തിരി സൈസ് കാണും. ആ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ അതിന് ഇത്തിരി അതിന്റെ ബോഡി കുറവല്ലേ? ബോഡി ചെറുതാണ്. പിന്നെ ചെറിയൊരു പിങ്ക്, ഒരു ഓറഞ്ചിഷ് പിങ്ക് പോലത്തെ ഒരു കളറാണ്. ഇത് കറക്റ്റ് അറിയാൻ പറ്റില്ല, വേറെ ഒന്നും കാണിച്ചു തരാം. ചെറിയ അതിന്റെ ബോഡിയിൽ കണ്ട ചെറിയൊരു കളർ ചേഞ്ച്. അങ്ങനെ. പക്ഷെ മെയിലാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസും ആയിരിക്കും. പിന്നെ അത് എല്ലാം കൺഫേം പേരുകളാണ്. ഇതിൽ നിന്ന് കുറച്ച് ചാടി കിടപ്പുണ്ട് താഴെ. അതിന് വീണ്ടും ഒന്നേതിന് പേരിന് മാറ്റേണ്ടി വരും. ചില 1, 2 ചാടി ഉണ്ട്, നമുക്കത് പറയാൻ പറ്റില്ല ഏതാണ്. ഇത് ഫുള്ള് വിടയാണ്. ഇത് നമ്മൾ ബ്രീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാം നമ്മളിവിടെ സിമന്റ് ടാങ്കിലാണ് ഇത് കീപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് കരിമീനാണ്. കരിമീൻ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഓ ലൈറ്റ് കിട്ടോ? വരുമോന്ന് ഡൗട്ടാണ്. ഒന്ന് ഒരു ആൽബിന് ജയിന്റ് വരാ, അതിനെ വലുതാക്കാൻ വേണ്ടി പാടല്ലേ. ഓ കാണാൻ ഇച്ചിരി പാടാണ്. മീനൊന്നും അടിച്ചിട്ട് പോകുന്ന വലിയ മീനാണ്, കരിമീനാണ്. നമുക്ക് കാണാം, പക്ഷെ ക്യാമറ കിട്ടുമെന്നുള്ളതാണ് ഡൗട്ട്. ഇതെല്ലാം ഇത് സൈഡിൽ പിന്നെ പുല്ലൊന്നും പൊടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. തറയെല്ലാം മണ്ണാണ്. ഇതിന് തിലാപ്പിയാണ്. ഇത് ഇനി അടുത്ത് ഫ്ലോക്കിലോട്ട് ഇറക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ള തിലാപ്പിയ. ഇത്തിരി സൈസുള്ള കുഞ്ഞുങ്ങളാണ്. രണ്ടും കാർപ്പ് അപ്പുറത്ത് കിടപ്പുണ്ട്. ഇത് നമ്മളെ ഗപ്പി, നമ്മളെ ഫുൾ ഗോൾഡ് ഗപ്പി ഫുള്ള്. അല്ല, ഇതിപ്പം മാറ്റേണ്ട ടൈമായി. അപ്പുറത്ത് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് മാറ്റാൻ ഇട്ടിരിക്കുന്നത്. ഇത് മെറ്റൽ റെഡ്, നമ്മൾ നേരത്തെ കണ്ട അപ്പുറത്ത് കണ്ട അത് തന്നെയാണ്. ഇത് പിന്നെ ഫുൾ ബ്ലാക്ക്. ഇത് അലിഗേറ്റർ ഗാർ. ഇവിടെ ഉണ്ടല്ലേ. അത് അഗ്രസീവ് ആണോ അതോ? കുറച്ച് പിന്നെ കുഴപ്പമില്ല, അവിടെ ഇറങ്ങും. ഇതിപ്പോ എത്ര അടിയാണ്? ഇതിപ്പോ 2.25 അടി. ലാസ്റ്റ് നമുക്ക് ചെയ്യാം. വെള്ളം കുറവല്ലേ? കുറച്ചിട്ടതാണ്. ഇത് നമ്മളെ കോഴിക്കാർപ്പ് ബ്രീഡിങ് സെറ്റാണ്. ബ്രീഡിങ്ങിനുള്ളത് കൊണ്ട് അല്ലാത്തതും ഉണ്ട്. നമ്മൾ കുറച്ച് റേസ് ചെയ്യാനും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇട്ടിട്ടുള്ള ടാങ്ക് എന്ന് പറഞ്ഞാൽ ബയോഫ്ലോക്ക് ടാങ്കാണ്. ഇതിന്റെ ടാങ്ക് സൈസ് എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ഡയരെ 4 അടി ഹൈറ്റിനുള്ള ടാങ്കാണ്. നമുക്ക് ഇതേപോലത്തെ ഏതാണ്ട് 4 ടാങ്ക് ഉണ്ട്. ഇതിന് ചെറുതുണ്ടല്ലേ? ഇത് ഒരു ചെറിയ ടാങ്ക്. ഇത് നമ്മൾ മൊയിന ചെയ്യാൻ വേണ്ടിട്ട് ഇട്ടിരിക്കുന്നത്. ഇപ്പം ഫുള്ള് കഴുകി ഇറക്കിയിട്ടിരിക്കുന്നു. 3 മീറ്റർ ആണ്. 3 മീറ്റർ നീളത്തിനുള്ള ഇതാണ് പറഞ്ഞത്. പിന്നെ ഇത് എപ്പോഴും വെള്ളം വാട്ടർ സ്റ്റോറേജ് ടാങ്കാണ്. നമുക്ക് ഇവിടുത്തെ സിമന്റ് ടാങ്കിലും അപ്പുറത്തെ ബയോഫ്ലോക്ക് ടാങ്കിനൊക്കെ വേണ്ടി വാട്ടർ സ്റ്റോറേജ് എപ്പോഴും നമ്മൾ ഇതിൽ പിടിച്ചിട്ടിട്ടുണ്ട്. ഇത് തിലാപ്പിയ കുഞ്ഞുങ്ങള്. താഴത്ത് തീറ്റിട്ടോ കുഞ്ഞുങ്ങളല്ലേ? ചെറുതാണ്. ഇതിനകത്ത് ഏകദേശം എത്ര എണ്ണം കാണണം? ഇതിനകത്തൊരു 5000 പീസിന് മേളിലോട്ട് കാണും. ചെറുതാണ്, കാണുമ്പോൾ കുറച്ചെന്നേ തോന്നുള്ളൂ. പക്ഷെ കോരി എടുക്കുമ്പോഴത്തേക്ക് അറിയാത്. ആവറേജ് വെള്ളം ഇങ്ങനെയാണോ വെച്ചത്? ഇതല്ല, ഇതിപ്പോ കുറച്ചിട്ടിരിക്കുന്നതാണ്. നമുക്കിനി മീൻ സൈസ് ആകും തോറും നമ്മൾ ഇതിന് പിടിച്ച്
ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനം, വെൽറ്റെയിൽ സീബ്ര. ഇതിപ്പം ചെറിയ സൈസാണ്. ഇത് രണ്ടും ഉണ്ട്, വൈറ്റും ഉണ്ട് ഗ്രീനും ഉണ്ട്. ഡാർക്ക് ഗ്രീൻ അല്ല, നമ്മളെ ഫ്ലൂറസെന്റ് ഗ്രീൻ ആണ് ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോ ചെറിയ സൈസാണ്, ഇത് സെയിൽ ചെയ്യാൻ തുടങ്ങിയില്ല. വാട്ടർ സ്റ്റോറേജിനാണ്. എത്ര ഷീറ്റാണ് വരുന്നത്? ഇത് ഒറാണ്ട ഗോൾഡ് ആണ്. ഇത് നമ്മളൊരു റിയറിങ് യൂണിറ്റ് ആണ് ഗപ്പിക്കുള്ള. ഇതിനകത്ത് നമ്മൾ ആഴ്ച തോറുള്ള കുഞ്ഞ് ഓരോ സെക്ഷനായിട്ട് മാറ്റും. ഇപ്പോൾ ഒരാഴ്ച ഉള്ളത് ഇതിനകത്തായിരിക്കും, അടുത്ത ആഴ്ച ഉള്ളത് ഇതിനകത്തായിരിക്കും. ഇപ്പോൾ സ്പേസ് കിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ പകുതി വരെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഓരോ ആഴ്ച തോറും ഓരോ സെക്ഷനായിട്ട് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്തിട്ട് ആ മീനിനെ നമ്മൾ താഴോട്ട് നേരത്തെ കണ്ടില്ലേ അവിടെ കൊണ്ടുപോകും. അവിടെ നിന്ന് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്ത് അടുത്ത ടാങ്കിലോട്ട് അങ്ങിടും. ഓരോ ബോക്സിൽ ഒരു 100 പീസ് വെച്ചായിരിക്കും മിക്കതിലും കാണുന്നത്. ചിലതിൽ കുറവായിരിക്കും, ചിലത് 100-നെ കാണുന്നത് മാറ്റമുണ്ട്. അതായത് നമ്മൾ എത്രയും സ്റ്റോർ ചെയ്തിരുന്നാലും നമ്മൾ വാട്ടർ ചേഞ്ച് 3 ദിവസം ഒരിക്കൽ കറക്റ്റായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യും. അടിയിലുള്ള വേസ്റ്റ് വലിച്ചു കളഞ്ഞിട്ട് പുതിയ വെള്ളം ആഡ് ചെയ്യും. ഇതെല്ലാം അങ്ങനെ തന്നെ ശരിയുള്ള. ഇത് നമ്മളെ റെഡ് ഇയർ കോയിലെ കുഞ്ഞുങ്ങളാണ്. ബ്രീഡിങ് യൂണിറ്റ് താഴെ, നമുക്ക് അതിനെ അങ്ങോട്ട് പോവാം. ഇത് ജാഗോർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല ടെയിൽ വരും, നല്ല അടിപൊളിയായിട്ട് ടെയിൽ നല്ല വിരിഞ്ഞു വരും. പറയട്ടാ, ഇത് റെഡ് ഇയർ കോയി എന്ന് പറയും. ഇത് ചെറുതിൽ ഏതാണ്ട് ഒരു മാസം 1.5 മാസം കഴിയുമ്പോഴേ തന്നെ ഇയറിന്റെ ആ ക്വാളിറ്റി കാണാൻ പറ്റും. നല്ല തെളിഞ്ഞു വരും. അതും പോയിട്ട് ഒരു 95% നമുക്ക് ഇതിൽ ഫുൾ ഇയറും ഗ്യാപ്പും വരുന്ന സ്ട്രെയിനാണിത്. ഈ ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ ഫുള്ളും ബ്രീഡിങ് സെറ്റ് ആണ്. അപ്പോൾ ഇവിടുന്ന് ബ്രീഡിങ് അവനാണ് ഓരോ സ്റ്റെപ്പായിട്ട് മാറ്റി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഞാനും പപ്പയും അമ്മയും കൂടിയാണ്. സൺഡേ മിക്കതും സെയിലാണ്, സെയിലിന് വേണ്ടിയിട്ട് ആൾക്കാർ പറഞ്ഞതാണ്. സെയിൽ യൂണിറ്റ് ആണ്, ഡിസ്പ്ലേ വേണ്ടി. ഇവിടെ കുറച്ച് പേര് വരും ആൾക്കാർ വാങ്ങിക്കാൻ വേണ്ടി. അപ്പൊ അതിനു വേണ്ടി കളക്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് ആവശ്യമുള്ളത് മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ബൾക്കായിട്ട് ചെയ്തിട്ടുള്ളതും താഴെയാണ്. ഇവിടെ അതിൽ നിന്ന് കുറച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് പുറത്തുള്ള നമ്മൾ എടുത്തിട്ടുണ്ട് മീൻ. ഇതൊക്കെ പ്ലാന്റ് ടാങ്കിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളാണ്. ഇതിനകത്ത് ബാർബാണ്, ടൈഗർ ബാർബ്. ഇതിപ്പോ നമ്മൾ ഗപ്പിക്ക് വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാങ്കുകളാണ്. ഇത് ഏതാണ്ട് 65 ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 4 അടി നീളം, 2 അടി വീതി, 1.5 അടി ഹൈറ്റ്. ഇപ്പോൾ ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി ഇവിടെ ഇതിൽ പ്ലംബിംഗ് ഉണ്ട്. പ്ലംബിംഗ് കഴിഞ്ഞ് ഇനി തറ കോൺക്രീറ്റ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇനി അടുത്ത വർക്കിന് വേണ്ടി. 65 ടാങ്ക് വരും. ഇത് പിന്നെ കുളമായിട്ട് കിടക്കണോണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷന് നമ്മൾ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഈ ഫാമിൻ്റെ ലൊക്കേഷനും നമ്പറും എല്ലാം ഇട്ട് തരാം. നിങ്ങൾക്ക് ബൾക്കാണെങ്കിലും, അതായത് ഹോൾസെയിൽ ആണെങ്കിലും റീറ്റെയിൽ ആണെങ്കിലും ശരി, നിങ്ങൾക്ക് നമ്പർ തരാം. നിങ്ങൾക്ക് വിളിക്കുകയാണെങ്കിൽ കൊറിയർ സർവീസ് എല്ലാം നമുക്ക് കൊണ്ടുവരാം. എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ. സ്ഥലം വരുന്നതെന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം നെയ്റ്റിങ്കരയാണ്. നെയ്റ്റിങ്കരയിൽ നിന്ന് കാട്ടാക്കട പോകുന്ന വഴിക്ക് പെരുമ്പഴുതൂരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ അത്രേ വരത്തുള്ളൂ. ഇതിൻ്റെ ഫാമിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അക്കോ ഫിഷ് സോൺ എന്നാണ്. ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മതി, ആ മാപ്പിൽ കാണാം. അവിടെ നിന്ന് മാപ്പ് കാണിക്കുന്നതിൻ്റെ എൻഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ്. അവിടെ നിന്ന് ഒരു 500 മീറ്റർ അകത്തോട്ടാണ് വരുന്നത്.
പിന്നെ നമ്മളെ ഫോൺ നമ്പർ എല്ലാം ഇതിൽ കൊടുത്തിരിക്കുക. വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലെക്സ് ഓൾറെഡി കാണും, ആ ലൊക്കേഷനും കാണിക്കുന്നുണ്ട് അതിനെ തന്നെ. അപ്പം ആ ലാൻഡ് നോക്കി വരുവാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ആ ഒരു ഫാമിലാണ് വന്ന് കയറുന്നത്. അപ്പം ഒരു എല്ലാം ഇതിനകത്തുണ്ട്, നമ്പറും ലൊക്കേഷൻ എല്ലാം പിൻ ചെയ്തേക്കാം, മറക്കാതെ നോക്കുക. ഓക്കെ. അതുപോലെ ഇൻസ്റ്റ നമ്മൾ ബ്രോയ്ക്കുണ്ട്, അക്കോ ഫിഷ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തും കയറി നിങ്ങൾക്ക് ഏതെങ്കിലും ഫിഷ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രൂ ചോദിച്ച് കുറേ അയച്ചുവിടാം, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റ് ഫുള്ളും ബ്രീഡിങ്ങാണ്. ഇനി ഇത് മാത്രം ഇഷ്ടം പോലെ ഉണ്ട്, ഓരോന്നിനും ഓരോ സെറ്റായിട്ട് കേട്ടോ, ഇതുവരെ തീർന്നില്ല.